പകൽ അവിടുത്തെ പണി കഴിഞ്ഞ് വന്നപ്പോൾ കുറേ താമസിച്ച്. ഇന്നും പോകണം. അതുകൊണ്ട് വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് എഡിറ്റ് ചെയ്യും. രാവിലെ വന്നിട്ടുണ്ടോ ടീം? പോയി ഈ ലൈറ്റിന്റെ ശരിക്കുള്ള സെറ്റപ്പ് ഇങ്ങനെ ഫിലമെന്റ് പോലെ. എന്നാടി കാണിക്കുന്നത്? ഭിത്തി തൂക്കാനാണോ നിനക്ക്? പാലെങ്കിലും മേടിച്ചോണ്ടൊന്ന് വരാൻ പറ്റുമെങ്കിൽ വരണേ. ആ പിന്നെ പാലെങ്ങനെ മേടിക്കുന്നത്? അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഡോറ് കൊടുക്കണം. അല്ലെങ്കിൽ അപ്പൊ പിള്ളേരെ ആരോപിക്കും. എന്നാ ശരി, ഞാൻ പോയി സാധനം മേടിച്ചു തരാം. ഉണ്ട്. നീ വരട്ടെ. ആയിരിക്കും. മതി മതി മതി, പോ. നേരമില്ല. എന്നാ ശാംഭവി, നമ്മുടെ ഈ സ്ഥലം തൊട്ട് ഇങ്ങനെ താഴോട്ട് ഇവിടെ കുറേ വീടുകളുണ്ടല്ലോ. അത് അങ്ങ് താഴെ വരെ ഉണ്ട്. സലാമണ്ണൻ്റെ വീടിൻ്റെ അവിടെ ഇവിടെയുള്ള ഇത്രയും വീട് ഇരിക്കുന്ന ഈ സ്ഥലം മൊത്തം ഷെബിയുടെയൊക്കെ ആയിരുന്നു. ഷെബിയുടെയൊക്കെ അമ്മയുടെ ആയിരുന്നു. ഷെബിയുടെയൊക്കെ അമ്മ ഓരോന്നായിട്ട് വിറ്റതോ മറ്റോ, അതിൻ്റെ ശരിക്കുള്ള ഇതെനിക്കറിയത്തില്ല. അവരുടെ ആയിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിറ്റ് പോയതാണ് ഇവിടുന്ന്. അത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരുപാട് വർഷം മുമ്പാണ്. നമ്മളൊന്നൊക്കെ ഇവിടെ വരുന്നതിനൊക്കെ കുറേ കാലം. അല്ല, ഇവിടെ നിന്ന് അവരുടെ സ്ഥലമായിരിക്കും, വീടൊന്നും ഇല്ലായിരുന്നു. പിന്നീട് വന്നായി വീടുകളും വീടുകളെല്ലാം ഓരോന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടേ ഒറ്റ സ്ഥലമായിട്ട് കിടന്നതാണ്. എല്ലാം കൂടെ അവരുടെ അമ്മായ പൊട്ടിച്ചു കൊടുത്തത്. അപ്പം അങ്ങോട്ട് ഇറങ്ങിയില്ല, അതിനും പറ്റി വെക്കാവുന്നു. വിളച്ചിട്ട് പിടിച്ചൊരു സാധനം. ആരാണേ അതാ പറഞ്ഞത്, ഇവർക്ക് ഒരു പ്രശ്നമില്ല അമ്മ, ഇവിടെ ഭയങ്കര വിളച്ചിട്ട് പിടിച്ചാൽ അവർക്ക് ഒരു പ്രശ്നമില്ല. ഇതാണ് എന്താ അപ്പം അങ്ങോട്ട് പോയി ആ ബെല്ലടി അങ്ങോട്ട് കേട്ടപ്പം തീ വെക്കാൻ പോകുന്നു. പക്ഷെ അപ്പം അത് കേട്ട് പല്ല് ചേച്ചിന് കുളിക്കണ്ടേ? കീബോർഡ് കളിച്ചോ. ഇല്ല എടുക്കത്തില്ല. എടുത്താ നീ എന്നാ ഇവിടെ അതിനാടാ ഇഷ്ടമില്ല. ആ ഇല്ല ആണോ നിനക്ക്? ദേവിയുടെയോ? ഏത് ദേവിയുടെ? ആ ഉണ്ട്. ആ അത് കുറേ നാളായില്ലേ? ആയി. ആ ഉണ്ടെന്നേ. ആ ഞാൻ ആ താഴെ ഷെബിയില്ലേ, ഷെബിയുടെ ഒക്കെ വീട്ടിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. ആ പിള്ളേരുടെയൊക്കെ വീഡിയോ എടുത്തു വെച്ചാലേ ഒരു 10-25 കൊല്ലം അല്ലെ 10-20 കൊല്ലം കഴിയുമ്പോഴത്തേനും ഇവരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരുമൊക്കെ ആകുന്ന സമയത്ത് ഇവർക്ക് അന്ന് വരെ ഈ സംവിധാനങ്ങളൊക്കെ ഇതേപോലെ തന്നെ നിലനിന്നാൽ അവർക്കപ്പോൾ കാണാമല്ലോ. ഇപ്പം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ ചിലരൊക്കെ ഇഷ്ടക്കേടൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു
സുഖം നമുക്ക് മനസ്സിലാകുന്നത്. അന്നേരം ഇതൊന്ന് കാണാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര ഒരു രസമാണ്. നമ്മൾ പണ്ടെടുത്ത് വെച്ച പല വീഡിയോകളും കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നാറുണ്ട്. അത് ആ സമയത്ത് പക്ഷേ നമുക്ക് വലിയൊരു താല്പര്യം തോന്നത്തുമില്ല. നമ്മൾ എടുത്ത കുറേ സാധനം തന്നെ നമ്മൾ അത്ര ശ്രദ്ധക്കുറവ് കൊണ്ടും അത്രയൊരു ഇത് കൊടുക്കാതെ, അല്ലെങ്കിൽ നമുക്കതിനുള്ള സംവിധാനം ഇല്ലാഞ്ഞിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റാതെ പോയ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് മാത്രം പോയ കുറേ സാധനത്തെക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പം നാരായണയുടെയൊക്കെ കുഞ്ഞിലെയൊക്കെ കുറേ സാധനമുണ്ട്. അതെല്ലാം കുറേ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ നമ്മൾ കൊതിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പോയി. അപ്പം നമ്മളിപ്പം നമ്മളെടുക്കുന്ന ഓരോ സംഭവവും ഓരോ സ്ഥലങ്ങളും എല്ലാം പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ മാറുമല്ലോ. അന്നേരം ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. കടക്കാരൻ 6:30 പോയി. ഞാൻ ഇവിടുന്ന് 6:30 ഇവിടുത്തെ ഭയങ്കര പാവം കട അടച്ചു പോയി. ഉണ്ടോ ഇപ്പൊ 8 കുറ്റിക്കുളത്ത് പോകാതെ വേറെ മേടിക്കണം. അത് കുഴപ്പമില്ല. കൊണ്ടുപോയത് അവിടെ വെച്ചിട്ടുണ്ട്. അത് മാറി മേടിക്കാം, അത് കുഴപ്പമില്ല. ഇതിപ്പം പണി വന്ന് കിഴിക്കുക, പണി വന്ന് കിഴിക്കുക, തിരിച്ച് കയറ്റുക, അത്രേ ഉള്ള അതിൻ്റെ പണി. ഓക്കെ. ഇപ്പോൾ എവിടെ പോയാ സാധനം എടുക്കാം? ഇല്ല, സാധനം എടുക്കാൻ പോകും. എൻ്റെ പഠിച്ചാൽ എടുക്കാം. എവിടെയാണ് പണിയുന്നത്? ഇന്ന കരോട്ടൊരു വീട്ടിൽ പഠിക്കുന്നു. ഭരിക്കാരി പള്ളിയിലോട്ട്. ശരി. അവിടെ അറിയില്ല. ഉള്ളോ? ഷെബി എന്തി അറിയത്തില്ല. കാണും, എഴുന്നേറ്റ് കാണത്തില്ല. ഇല്ല, അതായിരിക്കും. പിന്നെ പറയാം, ഇനിയുള്ള പണി ചെയ്യാം. ഏത് ഈ കോൺട്രാക്റ്റുമായിട്ട് വ്യവസ്ഥയില്ല. നേരിട്ട് 5 ദിവസം അങ്ങനെ വല്ല പണി കേട്ടോ അങ്ങോട്ട് വന്നേക്കാം കേട്ടോ. ശരി, വിളിച്ചാൽ മതി. നമ്പർ വേണോ? വേണ്ട, അറിയാലോ, മേടിച്ചോ നമ്പർ. ഓക്കെ. വേറെ കരോട്ടിച്ച് പണിയുണ്ട്. പോവാ. അവൻ എന്ത് ചെയ്താലും ഉറങ്ങില്ല. കൂടെ വരണമെന്ന് ക്ഷീണം മാറിയിട്ടില്ലേ? എണീറ്റ് ഒന്ന് ഫ്രഷായാലല്ലേ ഒന്ന് മാറൂ. എന്തുവാ? 2 പൂരി ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വെച്ചു രാവിലെ. എല്ലാത്തിനാ പൂരി എടുത്തോ? നീ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നേ? നീ അവിടെ നിന്ന് കഴിച്ചു എന്റെ പൊന്നോ. അയ്യോ, ചാമ്പവി എന്നെ കുളിപ്പിച്ചില്ല. സഹോദരി സ്നേഹമൂത്ത് എല്ലാവരും എന്നോട് പറഞ്ഞു പോയി കിടക്കാൻ. നീ മാത്രം ഒന്നും പറഞ്ഞില്ല. ആ പെണ്ണ് തയ്ച്ചിട്ട് ദൈവമേ, ഞാൻ എടുത്തു തരാം. പോയി മണ്ട്. എവിടെ പോയി കഴുകി ദൈവം. ഇത് 2 പൂരി ഉണ്ടാക്കി കൊടുക്കണം. ആ പൂരി കൊടുത്തോ? അപ്പൊ ഇതിന് 1 പൂരി ഉണ്ട്. ഇത് ഉണ്ടാക്കാനുണ്ട്. കഴിച്ചു വെച്ചില്ല. ഇച്ചിരി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പൂരി ഉണ്ടാക്കി തരായിരുന്നു. വെള്ളമല്ലേ വെച്ച്? ചോറ് എവിടെ പോയി വേണം? ആണോ? നമ്മളെ മറ്റേ അപ്പൊ
അപ്പൊ അക്ക ഇന്നത്തെ ദിവസം മൊത്തം അപ്പൊ അക്കയ്ക്ക് ഡ്യൂട്ടി തന്നെയാണോ? മറൈക്കോളിനി മൊത്തം അല്ല മരക്കാർ കോളനി മൊത്തം കാരണം അങ്ങേറ്റം ഇല്ലടി പാലത്തിന്റെ അവിടെ കോളനി മറ്റേ ഈ കോളനി മരക്കാർ കോളനി അല്ലേ? നിങ്ങളുടെ മരക്കാർ കോളനി ഇങ്ങനെ വന്ന് അവിടെ പോണം കല്ലേപ്പാലത്തിന്റെ അവിടെ പാലത്തിന്റെ ഇപ്പുറത്തില്ലേ അവിടെ വരെ പോണം. അപ്പൊ ടീച്ചർമാരെ കോളനി ടീച്ചർമാരെന്ന് പറയുന്നത് അത് വണ്ടമ്പതല്ല. അപ്പൊ ഇത് മത്തായി കോളനിയാണോ? ഏതാ ഇവിടുത്തെ അവിടെയാ മത്തായി കോളനി. ടീച്ചർമാരെ ഞങ്ങളൊക്കെ പോന്നെ മറ്റേ നിങ്ങള് സംഘത്തിൽ മാമനാറമ്മയുടെ ഒക്കെ. ആണ് ഓ അത് മത്തായി കോളനിയാ? അത് മത്തായി കോളനി. എന്തൊക്കെ കോളനികളല്ലേ? അവിടെ വേറെ വെച്ചല്ലേ എടുക്കുന്നത്. ആണോ? എടുത്തു പോകാം. ശമ്പള അറിഞ്ഞിരിക്കുക. ആണോ? കൊച്ചു കണ്ടോ ആ സമയത്ത് കാണിച്ചു. ഇനി ഉണ്ടോ നിൽക്കാ? ഇതൊക്കെ എന്തായാലും അവിടെ കൊണ്ടുപോകുന്ന വെറുതെ മറ്റേ അവര് കത്തിച്ച് കളയുന്ന ഇതൊക്കെ എനിക്ക് തന്നാണോ? ഞാനത് ഈ സൈഡിൽ കിടന്ന് വെയില് വേണ്ട ഇതൊന്ന് വെളിയിടാൻ എന്നെ കാണിച്ചിട്ട് ഇതിനകത്താ നോക്കുമ്പോ അടുത്ത മാസത്തിലല്ലേ അപ്പൊ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പോപ്കോൺ തിന്നാൻ പറ്റില്ല. അതെല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. കുറെ ദിവസം എനിക്ക് ഒന്നും വേണ്ടായിരുന്നു. ചെത്തി നടക്കുമായിരുന്നു. നിന്നെ വിളിക്കുന്നില്ലേടി? പോവാണ്. പിന്നെ നമുക്ക് ബഹളമാണല്ലോ. പട്ടി ആം ആം അവിടെ എല്ലാം വീട് പൈസ ഒക്കെ ഉണ്ടെങ്കേ ഉള്ളൂ. പൈസ വേണ്ടേ? ഇതുണ്ടോ ഇവിടെ? ഇതെല്ലാം അല്ല എനിക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടം. ആണോ? ഇതാകുമ്പോ എല്ലാവരും സേഫാണ്. പുള്ളിയുടെ നിരീക്ഷണത്തില് വീട്ടില് വീടിന് ഞാൻ അല്ല അത് അങ്ങോട്ടും ഇങ്ങനെ ലൈഫിന്റെ കൊടുക്കാൻ പറ്റായിരുന്നു. ലൈഫിന്റെ മെയിൻ്റെനൻസിന് കൊടുത്തിട്ട് പോലും കിട്ടുന്നില്ല. പിന്നെ അല്ലേ ഇല്ല വരികയല്ല പുറത്തോട്ട് വരികയല്ല. ലാസ്റ്റ് ഗ്രാമസഭയ്ക്ക് വെച്ചിരുന്ന മെയിൻ്റെനൻസിന് കിട്ടിയത് പെട്ടെന്ന്. മെയിൻ്റെനൻസിന് ഞാൻ വെച്ചതായിരുന്നു. വെച്ചോ? 2 തവണ വെച്ചിരുന്നു. പക്ഷെ ഇനിയിപ്പം അറിയില്ല. ഞാൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് കൊടുത്തവരുടെ പെട്ടെന്ന് സാങ്ഷൻ ആക്കും. ഇലക്ഷനൊക്കെ വരുന്നത്. ഇലക്ഷന്റെ ഇതനുസരിച്ച് പെട്ടെന്ന് ഇത് എവിടം വരെ കൊണ്ടുപോകണം ഇനിയിപ്പം? തങ്ങ് താഴെ വരെയോ? അയ്യോ ഇപ്രാവശ്യം 2 ഉള്ളൂ. ആണോ? അവിടെ അങ്ങോട്ടേലും വണ്ടി താഴെ നടക്കുന്നേ? വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ കൊടുക്കും അല്ലേ? ശരിടാ. ശരിയാന്ന് പെട്ടെന്ന് കൂട്ടുകാരോട് പറയുന്നല്ലോ ശരിയിടാന്നങ്ങ് പറഞ്ഞു. അയ്യോ എന്നപ്പേ ആരെല്ലാം വരുന്ന വരുന്ന അക്കയെ കാണുമ്പോൾ നിനക്കറിയത്തില്ലേ? ഇവിടെ വരുന്ന അക്കയെ കാണുമ്പോൾ നിനക്കറിയത്തില്ലേ? ആണെങ്കിൽ നീ എന്തിനാ കുറയ്ക്കുന്നേ? അയ്യോ ശാംഭവി അവിടെ കാണിക്കുന്ന പരിപാടി കണ്ടോണേ. പൂരി ഉണ്ടാക്കുന്ന മാവിട്ട് അവള് എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ശാംഭവി എന്താ പരിപാടി അവിടെ? പറ്റത്തില്ല, അമ്മച്ചി ചെയ്തോളാം. പോയേ. സഹായം വേണ്ടേ? അയ്യോ ഇതെനിക്ക് സഹായം. ഇപ്പം നക്കിയ സാധനം ഇല്ലേ? കൊണ്ടുപോയിക്കോ. ഇവിടെ വേണ്ട, കൊണ്ടുപോയിക്കോ കേട്ടോ. ഏത് കുഞ്ഞ്? എവിടായിരുന്നു? ഏടാ പറയണ്ട, ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ചടിക്കൂ. വരുത്തുന്നില്ല.
ഇല്ലടി വരത്തില്ലടി, ഒരു വഴി വരാൻ ഒരു വഴിയില്ല. എന്റെ ക്ലാസ് ഒക്കെ നീ എവിടെയായിരുന്നു? സിക്കയം. ഡാഡ് താഴെ വരെ പോയി. ആരാണി ഉണ്ട്, എണീറ്റിട്ട് പോലുമല്ലോ, പനി. എടി ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. അല്ല പറഞ്ഞിട്ടൊക്കെ വരണ്ട, ഞാൻ പല്ലെങ്കിലും തേച്ചിട്ടിരിക്കത്തില്ല. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ ഉണ്ട്? അത് പറ, നീ മാറിക്കോ, അവിടെ ചോദിക്കട്ടെ. ആണോ? ഏതെടുത്തേക്കുന്നേ? അതിന് അടിപൊളിയായിരിക്കുമല്ലോ. കൊമേഴ്സ് എടുത്തേക്കുന്നേ. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള പിള്ളേരില്ലേ? ആരൊക്കെ ഉണ്ട്? അർച്ചന ഉള്ളോ? അർച്ചന, ആ മറ്റേ കൊച്ച്. അപ്പൊ മറ്റവരൊക്കെ സാധികയൊക്കെയോ? ആ കൊമേഴ്സാ ക്ലാസ്സിലല്ലേ? ആ യൂണിഫോം കിട്ടിയോ? ആണോ? ഓ എനിക്ക് വയ്യ. കുറച്ച് മറ്റേ യാത്ര ചെയ്ത് പോകാമല്ലോ, ഇത്ര അടുത്ത് പോയിട്ടേ മൂഷിപ്പല്ലായിരുന്നോ? ബോറടിച്ചില്ലേ? നല്ല സുഖമല്ലേ കാട്ടിക്കൂടെ പോകാൻ? ആഹാ നീ മെലിഞ്ഞു കേട്ടോ. ആണോ? സ്പോർട്സിനുണ്ടോ നീ ഇവിടെ? അടിപൊളി. അങ്ങനെ വേണം, മനസ്സിലായോ? സ്പോർട്സ് നിർത്തില്ല, പ്രത്യേകിച്ച് അവിടെ. പിന്നെ പാട്ടിനും കിട്ടി ഞങ്ങൾക്ക്. പിന്നെ ഇന്നലെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ കലോത്സവം? എന്നൊക്കെ ചേർന്ന് ഇപ്പൊ ഞങ്ങള് സ്പോർട്സ് ഡേ കഴിഞ്ഞതേ ഉള്ളൂ. ഈ വരുന്ന 11-ാം തീയതി റിപ്പബ്ലിക് ഡേ ഞങ്ങൾക്ക് കാക്കി കിട്ടും. ഓ കാക്കി മറ്റേ ഓ നാളെ നീ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കേറി വാ, അവിടെ വർത്താൻ പറ്റുന്നേ അങ്ങോട്ട്. ഇതുവരെ ഇരിക്കുന്നുണ്ട്, ഇവിടെ പല്ലുവേനായിരുന്നു. ആരും കഴിച്ചത് തന്നെത്താനല്ല, അവൾ അവിടുത്തെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഉറങ്ങുന്നല്ല, എണീക്കണ്ട, എണീക്കാൻ വയ്യ. അയ്യോ അങ്ങനെ പറയരുത്, ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം. പ്രത്യേകിച്ച് പഴമാണെങ്കിൽ പറയാൻ. ഞാൻ പോട്ടെ, ഇച്ചിരി പണിയായിരുന്നു. നാരായണയുടെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച കൊച്ചാ മീര. ഇവിടെ വന്നിട്ടുണ്ട് അവള്. അപ്പോൾ അവള് ഇവിടെ അടുത്ത് ഒരു പറമ്പിനപ്പുറമാണ് താമസിക്കുന്നത്. അപ്പം നാരായണൻ്റെ അടുത്ത് വന്നാണ്. സിംബ കുഞ്ഞി കിടക്കുക. രക്ഷയില്ല. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ ഗാവ. എല്ലാം കഴിഞ്ഞപ്പോ പായസം കുടിച്ചാ വന്നേക്കാൻ മോൻ. അലക്സ TV. അലക്സ സ്റ്റോപ്പ്. എന്നാ ഞാൻ തിരിച്ചുവിടും, ഉറപ്പായിട്ടും തിരിച്ചുവിടും. പറ്റത്തില്ല, എന്ത് കഷ്ടമാണ് കേട്ടോ ഇത്. ആ പട്ടി ഒന്ന് ശരി എന്നാ എന്ന് പറഞ്ഞോ. ആ അപ്പൊ കുഴപ്പമില്ല, പാലല്ല ഒരുമിച്ച് എടുത്തോണ്ട് പോവാം. ശരി അടിച്ചോണ്ട് പോകണ്ടെന്ന് പറ. ആ പട്ടീനെ ഒന്ന് ശരിയാക്കി വിടുവോ? എന്ത് ഈ പട്ടി എന്തേ? പട്ടി തിരിച്ചു പോയോ? ഇവിടെ കിടക്കായിരുന്നു. പാല് എടുക്കണേ, പാല് പാല് പാല്.
എന്താ പൊന്നോ, ഇന്നത്തെ ദിവസം എന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നെ ഒരു ഒരു വെളിവ് ഇല്ലായ്മ. അല്ലേ ഉണ്ട് ചെറുതായിട്ട്, പക്ഷെ ഇന്നതൊരു പകുതിയായി. പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഇങ്ങനെ അടിക്കാൻ താങ്ക് യു. TV. Not quite sure how to help you with that. Alexa, TV. देखो देखो. ഇത് കൊള്ളാലോ. നീ വീട്ടിൽ അലക്സ എടുത്ത് വെക്കാം. ആവുമ്പോ നിനക്ക് എണീക്കോ വേണ്ട, ഒന്നും വേണ്ട. വേണ്ട, പിന്നെ അവിടെ വേറെ സ്ഥലത്ത് പോവാ. പോട്ടെ. കടയ്ക്ക് കൂടെ വരാലോ. പിന്നെ ഇവിടെ ഒന്നുമില്ല, നീ പേടിക്കാത്ത ഒരു സാധനമില്ല. ഇടക്കിറക്ക് തീ മുടി വെട്ടിക്കളഞ്ഞാവോ ഞാൻ നിനക്ക്? അവളെ ഇവിടെ പൊക്കോളം പറയണേ. ഞാൻ പറഞ്ഞ കേൾക്കില്ല. ഇങ്ങോട്ടാ പറ, വരാൻ പറ. മെലിഞ്ഞും പോയി, ആഹാരമൊന്നും ഒക്കുന്നില്ല. ഇതാകുമ്പോ ഇവിടുത്തെ സ്കൂളായപ്പോ കുഴപ്പമില്ലായിരുന്നല്ലേ? ഇല്ലില്ല അങ്ങോട്ട് ഇറങ്ങിക്കേ 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 ഇറങ്ങിക്കേ. അവിടെ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്. മാറിക്കേ പോക്കെ. ഞാനിപ്പോ വടി എടുക്കുമല്ലോ. സിംബ 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 ഒറ്റ കമ്പി. ഇത് എവിടത്തെ എവിടെ പോയിട്ടാ? ഏതാ? ഏത് ജയചനാണോ? കെട്ടുകമ്പി അല്ലായിരുന്നോ? ആണോ? പറ്റായി. എത്ര നാളും കൂടെ ഉണ്ടോ ഇനി? ഒരു വർഷം കൊണ്ട്. ഓക്കെ. ഷാമ്പു. ഓക്കെ, ഇവിടെ ഇവിടെ നിക്കാം. ഇനിയിപ്പം ചിലപ്പോ ഒന്ന് വകഞ്ഞു പോയാ മതി. കുഴപ്പമൊന്നുമില്ല, വകഞ്ഞു പോയാ മതി ഒന്ന്. ചേച്ചി പോയി. ശംഭവി വീട്ടിൽ കയറാം. ഇവിടെ അങ്ങോട്ടിടാതെ എന്നാ പണിയാ കാണിക്കുന്നത്? അത് തരുവേ. ഓക്കെ ഓക്കെ. ആഹാ, ഇവിടെ വയറെടുത്ത് അപ്പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. ഇത് നൈസായിട്ട് അത് എടുക്കാനാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാമല്ലോ. അവള് കൊള്ളാടി. അയ്യപ്പോ, ഇനി അയൽക്കൂട്ടത്തിന് പോകണം. കുറെ പരിപാടിയുണ്ട്. കൊക്കരക്കോ. ഇന്ന് ഞാൻ അവിടം വരെ വന്നപ്പോഴേക്കും നീ എന്തിനാ എന്നെ കൊത്തിയ? നീയാണോ അവനായിരുന്നു? ആരോണ്ടോ ഒരാൾ എന്നെ കൊത്തി, പുറകിൽ നിന്ന് വന്നിട്ട് എൻ്റെ കാലിട്ട് കൊത്തി. ഞാൻ പനിക്കൂർക്കട ഇല പറിക്കാൻ വേണ്ടി അവിടെ വന്നതാ. കൊത്തിയത് എന്തിനാന്ന്? ആഹാ, കൊത്തുന്നു. എൻ്റെ കയ്യിലെങ്ങാണ്ട് ആഹാരമാണെന്ന് ഓർത്തിട്ടാണ്. പോട്ടെ, മടുത്തേ. ഞാൻ വരുന്നു, ഞാൻ കൊടുക്കാം. ശാംഭവി കയറി പോയിരുന്നേ. നിൽക്കേ
ഇന്ന് ബിരിയാണി. അയൽക്കൂട്ടത്തിന് പോയിട്ട് വരാവേ. ഇവിടെ ശ്രദ്ധിക്കാമോ? ദിവേ, നീ മര്യാദയ്ക്ക് ഇരിക്കുവോ? അപ്പ വരുന്ന നമ്പർ അപ്പ ഇപ്പൊ വരുവേ. വരുന്ന നമ്പർ ഇരിക്കണേ. അപ്പ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ആ എടി ആയി, ഞാൻ വരുന്ന നമ്പർ അളിയൻസ് എങ്ങാനും ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മള് ശ്രദ്ധിക്കണം, ഇവിടെ കണ്ട കടച്ചകളെല്ലാം എടുക്കും. അളിയൻസ് ഒക്കെ വെച്ചോളാം. ഇത് എന്നാ ഈ ഷീറ്റൊക്കെ മാറ്റിയിട്ടേക്ക്, നിങ്ങൾ നേരിട്ടെ പോയിട്ട് വരാവേ. അവളൊക്കെ അളിയൻസ് ഒക്കെ വെച്ചോളൂ, നീ കളന്ന് ബഹളം വെക്കാതെ. ഒരു കൊച്ചിന് അളിയൻസ് ഒന്ന് വെച്ച് കൊടുത്തേക്ക്. പോയിട്ട് വരാം. അയൽക്കൂട്ടം വരെ പോവാം. ഒരു ചായ കുടിച്ചു തരാം. തണുത്ത് പോയി ചായ. അയൽക്കൂട്ടം വരെ പോട്ടെ. എൻ്റെ വീഡിയോ എടുക്കാൻ ആരുമില്ല. നാരായണി പോവാണേ. നാരായണിയേ പോകുക, അവളെ സോയിക്കണേ. പോയിട്ട് കേട്ടെ. എന്നാ ഉണ്ടായിരുന്നു? ഇന്ന് പരിപാടിയൊന്നും ഇല്ലായിരുന്നോ? പോയിട്ട് വന്നാണോ? പിന്നെ ഇത് കഴിച്ചിട്ട് പോയതാണോ? നമ്മൾ ഇതാ മരം ആ കാറ്റത്ത് പോയതാ. കാറ്റത്ത് മറിഞ്ഞു വീണാ. എന്നിട്ട് വെട്ടിയോ? വെട്ടിയൊന്നുമില്ല, അങ്ങനെ കിടക്കുക. ഓ പഞ്ഞി. അങ്ങനെ അങ്ങോട്ടായിരുന്നു കാറ്റ്. വിറയ്ക്കുന്നൊന്നുമല്ല അവൻ. എന്നാ ആരുടെയൊക്കെ കുറ്റമൊക്കെ പറഞ്ഞിട്ടില്ല. വേറെ എന്നാ പരിപാടിയുള്ളത്? ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഈ പഞ്ഞിക്കമ്പൊക്കെ എന്നാ? കേറിയില്ല, വരാൻ തുടങ്ങുമായിരുന്നു. ഇതെല്ലാം പിടിക്കുമ്പോ പോകണ്ട അതൊക്കെ വിടാതെ വിട്ടാനാ ചെറുക്കൻ പറഞ്ഞോ? നിങ്ങൾക്കൊന്നും ഇത് കാണുമ്പോ മര്യാദയ്ക്ക് മിണ്ടായിരുന്നു ഇവിടെ. കയറ്റി ഇടറി, നിനക്ക് വേണ്ടി താത്തിട്ടാ ഞാൻ ഇട്ടിട്ട്. ഇപ്പം രണ്ടാമത് നിന്റെ ഒച്ച കേട്ടോണ്ട് ഞാൻ വീണ്ടും പൊക്കിയതാ. ആ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഇവിടെ ഒച്ച കേൾക്കാം. അതിനൊക്കെ കുളിപ്പിച്ചിട്ടൊക്കെ ഇതാ മേലായിരുന്നു. നീ ക്യാമറ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമാണ് കുടുംബശ്രീ ക്യാമറ. അതെ, ആൾക്കാർ പേടിക്കും. ചേച്ചിമാരും സുന്ദരിയേ, അമ്മയുടെ സുന്ദരിയേ പൊന്നെ. ഒന്ന് ഞാൻ മേടിച്ച കുടുംബശ്രീ പോയതല്ലേ. ഞാൻ ഒന്നും മേടിച്ചില്ല, ഇറച്ചി മേടിച്ചിട്ടുണ്ട്. ഇറച്ചി ഒന്നും വരത്തില്ല, നമ്മൾ മേടിച്ച ശാലം. വില കൂടിയടി ഇറച്ചിക്ക്. അവിടെ കിടന്നോട്ടെ, ഇറച്ചിക്ക് വില കൂടി 420 രൂപ. ചോദിച്ചേ നിന്നോട് ഞാൻ വെള്ളം ചൂടാക്കി കൊടുക്കുന്നത് നീ കൊടുത്തോ? എന്നിട്ടെന്നെ കുഴപ്പം. പിന്നെ അവൾ നാളെ രാവിലെ എഴുന്നേറ്റ് ഓടുന്നുണ്ടോ സ്കൂളിലോട്ട്? അവൾക്ക് സ്കൂളിൽ പോകുന്നതായിരിക്കുമ്പോൾ. ആ ഇല്ല വേണ്ട. ഞാൻ ഒന്നും മേടിച്ചില്ലേ എടി. സവാളയൊക്കെയാ അത്, ഉള്ളിയൊക്കെ. നീ പോയെന്ന്. ശരി ശരി. എടി എടി അരിയൊക്കെ വന്ന്, അരിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ അതൊക്കെ എന്നാ നീ തിന്നാൻ പോണ അരി? നീ പിന്നെ എന്തിനാ ഈ അരിയൊക്കെ പെറുക്കുന്നത്? ഒന്നും വേണ്ട, മിണ്ടാ പോയേ. പോടി 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 പോടി. കൊട്ട
കറി ചോറിനാണോ കറി കറിയൊക്കെയാണോ പച്ചക്കറി വെച്ചോ മേടിച്ച് വേണ്ടായിരുന്നു കിഴങ്ങും മേടിച്ചു കിഴങ്ങൊക്കെ എണ്ണ വെച്ച് ഫ്രൈ ചെയ്യാം. നീ നിന്റെ വീട്ടിൽ പോട്ടെ നിന്റെ വീടാ നീ ഇവിടെ അതൊക്കെ മനസ്സിലായി നീ വിട്ടു ഫ്രൈ ചോറും നീ നിന്റെ ജോലിക്ക് നെക്കിയത് ഫ്രൈ ചെയ്യും. വാ ഇങ്ങോട്ടോ ഏത് ക്യാമറ ഏ അതിനാ എന്താ നല്ല മഴയാട്ടോ. മഴയെന്ന് വെച്ചാൽ നല്ല അന്തസ്സ് മഴ. അങ്ങനെ വേണം മഴ പെയ്യാൻ.